നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, ആരോ മനയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. കൂടെ 5 സുന്ദരിമാരിൽ ഒരുത്തിയുണ്ട്. അയാൾ ഇതുവരെ കണ്ടില്ലല്ലോ. ആ ഓട്ടോ ഡ്രൈവർ മെക്കാനിക്കിനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞല്ലേ പോയത്. അയാളുടെ നമ്പറിലേക്ക് കോളും പോകുന്നില്ല. ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാ കിട്ടാത്തത്. ഇനിയിപ്പോ അയാൾ വേറെ ഓട്ടം കിട്ടിയിട്ട് അതുവഴി പോയിട്ടുണ്ടാവുമെന്നും അറിയില്ല. വീണ്ടും തടസ്സങ്ങളാണല്ലോ ഗൗതം. ഞാൻ ഫോൺ എടുക്കാനും മറന്നു. ആ യന്ത്രം ഫോണിലല്ലേ. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അല്ല വരുമോ നോക്കാം. തീർത്തിട്ടേ പോവാം. ആ ഓട്ടോക്കാരൻ പറഞ്ഞു വിട്ടതായിരിക്കോ? ആ ആയിരിക്കും. ഓട്ടോ ഡ്രൈവർ പറഞ്ഞിട്ട ആളാണോ? നന്ദി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഗൗതമിനെ അവർ കൊല്ലുമായിരുന്നു. നിങ്ങളാരാ? എന്നെ നിങ്ങൾ അറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളറിയാം. നിങ്ങള് സൂര്യമംഗലത്തെ മനയിൽ വന്നല്ലേ? എങ്ങനെ മനസ്സിലായി? മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. അല്ല, വണ്ടിക്ക് എന്താ പറ്റി? എന്താ പറ്റിയെന്നറിയില്ല, സ്റ്റാർട്ട് ആവുന്നില്ല. മെക്കാനിക്കിന് തിരക്കിറങ്ങിയതാ. അപ്പോഴാ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അവരാരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പെട്ടെന്നായിരുന്നു അറ്റാക്ക് നടന്നത്. ചേച്ചി നന്നായി പേടിച്ചല്ലോ. ശരിക്കും പേടിച്ചു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്കൊരു മെക്കാനിക്കിനല്ലേ? ഞാൻ അവരെ കൊണ്ടുവരാം. നീ ആരാ? മനസ്സിലായില്ല. എന്താ നിന്റെ പേര്? ആദ്യം നിങ്ങളുടെ കാര്യം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. പേടിച്ചോയോ? വാ.
ഗൗതമേട്ടനെ നിധി ചേച്ചിയും ആരാ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക? അതാരാണെന്ന് അറിയില്ല. ഞങ്ങളെ വിളിക്കാതെ നിങ്ങൾ എന്തിനാ പുറത്തു പോയത്? നിങ്ങൾ പുറത്തു പോയ വിവരം പോയി കഴിഞ്ഞിട്ടാ ഞങ്ങൾ അറിഞ്ഞത്. നിധി ചേച്ചി ഫോൺ എടുക്കാതെയാ പോയത്. കോണ്ടാക്ട് ചെയ്തപ്പോ ഫോൺ ഇവിടെയാ. ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഗൗതമേട്ടന്റെ ഫോണും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കൂടെ വരൂലായിരുന്നോ? ഒരക്രമികളും ഗൗതമേട്ടന്റെ ദേഹത്ത് തൊടൂലായിരുന്നു. ആ പ്രശ്നം തീർന്നില്ലേ? ഇനി എന്തിനാ അത് ചർച്ച ചെയ്യുന്നേ? ആരായാലും ഗൗതമേട്ടനെ ഈ സ്ഥലത്ത് വന്ന് ആക്രമിക്കേണ്ട കാര്യം എന്താ? അത് മനസ്സിലാവുന്നില്ല. അല്ല, ഗൗതമേട്ടന്റെ കത്തിമുനയിൽ നിന്ന് രക്ഷിച്ച ആ ചെറുപ്പക്കാരൻ ആര്? അതാരാണെന്ന് അറിയില്ല. പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഈ സ്ഥലത്തുള്ള ആരോ ആണ്. ഈ സ്ഥലമൊക്കെ നല്ല പരിചയമുള്ള ആളാണ്. മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വന്ന് വണ്ടി ശരിയാക്കിയതും ഞങ്ങളെ ഈ മനയുടെ മുമ്പിൽ വരെ എത്തിച്ചതും അവനാ. നല്ല മര്യാദയുള്ളൊരു ചെറുപ്പക്കാരനാ. ഗൗതമന് ആ അക്രമിയുടെ കുത്തു കൊള്ളേണ്ടതായിരുന്നു. ആ സമയം എവിടുന്നോ അവനെത്തി തടഞ്ഞില്ലായിരുന്നെങ്കിൽ. ആ ഷോക്ക് എനിക്കിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇവള് ശരിക്കും പേടിച്ചു. കൂടെ വരണ്ടെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. നിധി ചേച്ചി കൂടെയില്ലായിരുന്നെങ്കിൽ എന്തായേനെ? ഏട്ടന് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും അറിയുമായിരുന്നോ? ഗൗതമേട്ടനെ ഇവിടെ വന്ന് ആരാക്രമിക്കാനാ? ഗൗതമേട്ടന് ഇവിടെ ശത്രുക്കൾ വല്ലതും ഉണ്ടോ? എനിക്ക് ശത്രുക്കളാണല്ലോ കൂടുതല്. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ശത്രുക്കളാ. നാട്ടിൽ വെച്ചായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ സംശയിക്കായിരുന്നു. പക്ഷെ ഇവിടെ വെച്ച് ഇങ്ങനെ സംഭവിച്ചെന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മഹാശിവലിംഗ പൂജ കഴിയുന്നവരെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണമെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പുറത്തു പോകേണ്ടിയിരുന്നില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു മെക്കാനിക്കിനെ കണ്ടെത്താനായിട്ട് പോയതാ. അതിനാണ് പോകുന്നതെന്ന് ഞാനോ മുത്തശ്ശനോ പോലും അറിഞ്ഞിരുന്നില്ല. പുറത്തേക്ക് പോകാൻ ഒരു ഓട്ടോ കിട്ടുമെന്നല്ലേ ഗൗതം അന്വേഷിച്ചത്. വണ്ടിയുടെ പ്രശ്നമായിരുന്നെങ്കിൽ മുത്തശ്ശനത് ആരെയെങ്കിലും ഏർപ്പാടാക്കത്തില്ലായിരുന്നോ? ഇതിനൊക്കെ മുത്തശ്ശനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ ഞാൻ തന്നെ പോവാന്ന് തീരുമാനിച്ചേ. എന്തായാലും ഒരാപത്ത് തട്ടി നീങ്ങിപ്പോയെന്നങ്ങ് വിചാരിച്ചാ മതി. നിധിക്ക് താമസിക്കാനുള്ള മുറി ഹോസ്റ്റലിൽ വിളിച്ചിട്ട് മുത്തശ്ശനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇവർക്കൊപ്പം നാളെ അവിടെ ചെന്നാ മതി. എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്തു തരും. ഹോസ്റ്റലിന്റെ കാര്യത്തില് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമുക്ക് അവിടെ ചെന്നിട്ടെല്ലാം ശരിയാക്കാം. എല്ലാം മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി ശരി എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. ഗുഡ് നൈറ്റ്. ശരി. നാളെ എപ്പോഴാ നമ്മൾ യാത്ര പുറപ്പെടുന്നത്? പോകുന്ന സമയം നാളെ തീരുമാനിക്കാം. ചേച്ചി പോയി സമാധാനത്തോടെ കിടന്നുറങ്ങും. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്.